പ്രിയപ്പെട്ടവരെ, ഇത് മണി പ്ലാന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവരുടെയും വീട്ടിലുമുള്ളതാണ് ഈ മണി പ്ലാന്റ്. എന്നാൽ ഈ മണി പ്ലാന്റിൻ്റെ പ്രധാനപ്പെട്ട 2 ഉപയോഗങ്ങൾ അത് നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും വിചാരം ഇത് വീട്ടിൽ പണം വരാൻ ഉള്ള ഒരു ചെടിയാണെന്നാണ്. അല്ല, വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും ഇത് വെച്ചാൽ, അത് സത്യമാണ്. പണം വരുന്നതുമൊക്കെ സാങ്കല്പികമാണ്. ഇതിനിടയിൽ കൂടി ശബ്ദം കേൾക്കുന്ന അടുത്ത വീട്ടിൽ മരം മുറിക്കുന്നു, അതാ, നിങ്ങൾ അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മണി പ്ലാന്റ് എല്ലാവരും വീട്ടിൽ വളർത്തണം, അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കണം. അതായത് നമ്മുടെ വാട്ടർ ടാങ്കിലും ഫിഷ് ടാങ്കിലും കിണറ്റിലൊരു പരിധി വരെ ഉണ്ടാകുന്ന പായലുകളെ നീക്കം ചെയ്യാൻ ഈ മണി പ്ലാന്റിന് കഴിവുണ്ട്. എങ്ങനെയെന്നാൽ ഇത് തണ്ടോടുകൂടി പൊട്ടിച്ച് നമ്മൾ കിണറ്റിലാണെങ്കിൽ ഒരു 5-6 തണ്ടിടണം കേട്ടോ, ഇടുക. വാട്ടർ ടാങ്കിൽ പിന്നെ പായലും പോകും കേട്ടോ, അതിനൊരു 3-4 തണ്ട് വേണ്ടി വരും. ഫിഷ് ടാങ്കിൽ ഒറ്റ തണ്ടിട്ടാൽ മതി. പിന്നെ അത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചെടിയാണിത്. ഇതെല്ലാവരും നട്ടു വളർത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നത്, ഇതെല്ലാവരും ഇത് മനസ്സിലാക്കണം. എല്ലാ വീടുകളിലും ഇത് ഒരു ചെടിയെങ്കിലും വയ്ക്കണം. പിന്നെ ഈ ചെടി ഒരു ഐശ്വര്യമുള്ള ചെടിയുമാണ്. ഇത് വെച്ചാൽ എല്ലാ വീടുകൾക്കും ഒരു പ്രത്യേക ചൈതന്യമാണ്. ഈ ചെടി കാണുന്നത് തന്നെ നമുക്കൊരു ചൈതന്യമല്ലേ? എല്ലാ ചെടികളും കാണുന്ന ചൈതന്യമാണ്. ഇതിനെ കാണൂ, ഇതൊന്നും കൂടി ചൈതന്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 ഉപയോഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എല്ലാവരും ഈ വിലയേറിയ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ പാസ് ചെയ്യണം. വളരെ 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 നല്ല ഒരു ഇൻഫർമേഷനാണ് ഞാൻ തന്നിരിക്കുന്നത്. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷനാണ്. നിങ്ങൾ എൻ്റെ ചാനൽ എല്ലാവരും കണ്ടങ്ങ് പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയതായി വരുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പിന്നെ ഇതിൻ്റെ അറിവ് പകർന്നു കൊടുക്കുക. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു മുട്ട ബുൾസ കഴിച്ചു. അതിനുശേഷം മില്ലറ്റ് ദോശയും ഒരു 4 ഇത്തിരി കഴിയുമ്പോൾ ഈ ബദാമിനെ തോല് കളഞ്ഞെടുക്കും. അതുമാണ് ഒരു ഗ്ലാസ് കട്ടൻ ചായയുമാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി ടീച്ചർ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. ഈ കുഞ്ഞു ഷോട്ട് ഞാനിവിടെ, ഷോട്ടാണോ എന്നറിയുന്നില്ല, നീണ്ടുപോയോ എന്തോ, വൈൻഡപ്പ് ചെയ്യുന്നു. ലോകാ സമസ്ത